വീട്ടിൽ അവനൊന്നും ഇല്ലാത്തവർക്ക് ഭയങ്കര മടിയായിരിക്കുമല്ലോ ബ്രെഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. കാരണം അതില്ലാതെ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളൊരു ചിന്തയാണ്. പക്ഷേ നമുക്ക് ആവിയിലും ഇതുപോലെ ഒരു അടിപൊളി ബ്രെഡ് ഉണ്ടാക്കാം. ഈ ക്രിസ്മസിന് നമുക്കിതൊന്ന് തയ്യാറാക്കി നോക്കിയാലോ? നല്ല സ്റ്റൂ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രെഡ് തയ്യാറാക്കുന്ന ആവിയിൽ വേവിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. വളരെ ഈസിയാണ് കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. എങ്ങനെയാണ് നമുക്കിത് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3.5 കപ്പോളം മൈദയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 3 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ 3.5 കപ്പോളം എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും നമ്മൾ ചേർക്കുന്നത്. നമുക്കിതിലേക്ക് ഒരു 3 മുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണോളം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം ഒരു 1.5 കപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ ആദ്യം 1 കപ്പ് ചേർത്തു, അപ്പോൾ അത് പോരായിരുന്നു. അതുകൊണ്ട് വീണ്ടും ഒരു 1/2 കപ്പ് കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് പിന്നെ നമ്മൾ സാധാരണ ബ്രെഡ് ഉണ്ടാക്കുന്ന പോലെ ഒരുപാടിട്ട് ഇങ്ങനെ കുഴച്ച് എടുക്കേണ്ട ആ ഒരു പ്രോസസ്സിങ് ഇതിന് ഇല്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടുന്ന ആ ഒരു പരുവ മാത്രം ആയി കിട്ടിയാൽ മതി ഈ ഒരു ബ്രെഡിന്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈസി ആയിരിക്കും ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആയതിനു ശേഷം കൈ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ അങ്ങ് ആക്കി കൊടുത്താൽ മതി. കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. പിന്നെ അതുമല്ല, ഇത് അങ്ങനെ കുഴക്കാനൊന്നും പറ്റില്ല, കാരണം ഇത് കുറച്ചൊരു ലൂസാണ്, നല്ല സ്റ്റിക്കി ആയിരിക്കും. അതുകൊണ്ട് കുഴക്കേണ്ട ആവശ്യം ഇതിനില്ല. എന്നിട്ട് നമുക്കിതൊരു 30 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെക്കണം. ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യത്തെ 30 മിനിറ്റ് നമുക്ക് ഇങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം 30 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ കണ്ടല്ലോ ഇത് ഇത്രയും പൊങ്ങി വന്നിട്ടുണ്ടാവും. നമ്മളിതിലേക്ക് ഒരു 1/4 കപ്പോളം റൈസിൻസ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല, എന്നാലും ചേർത്താൽ നന്നായിരിക്കും. അത് ചേർത്തിട്ട് ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് അതിൻ്റെ അകത്തൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം കുറച്ച് റൈസിൻസ് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇനി രണ്ടാമത് ഒന്നും കൂടെ ഈ ഒരു മാവ് പൊങ്ങാൻ വെക്കണം. അപ്പോൾ ആ ഒരു പാത്രം നമ്മൾ എടുക്കുന്ന പാത്രം ഉണ്ടല്ലോ, സ്റ്റീം ചെയ്യാൻ എടുക്കുന്ന പാത്രം, ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാ ഭാഗത്തും ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും എന്ന് പറഞ്ഞാൽ ഇത് പൊങ്ങി ഇനിയും വരും. അപ്പോൾ നമുക്ക് എടുക്കാൻ ഈസി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓയിൽ പുരട്ടി ഈ പാത്രത്തിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുകൾ ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ നമ്മളിങ്ങനെ മാവ് ഇടുമ്പോൾ അവിടെ ആയിട്ട് ഇങ്ങനെ പൊങ്ങിയൊക്കെ കിടക്കുന്നുണ്ടാവുമല്ലോ, അതൊന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ മാവ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് പൊങ്ങാൻ വേണ്ടി വെക്കണം അടുത്ത 20 മിനിറ്റ്. ഈ 20 മിനിറ്റ് നമ്മൾ വെക്കുന്നത്, നമ്മൾ ഏത് പാത്രത്തിലാണോ ആവി കയറ്റുന്നത് ആ പാത്രത്തിലെ വെള്ളം ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കിയിടുക. എന്നിട്ട് തീ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം 20 മിനിറ്റ് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ വെക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വരും കേട്ടോ. നമുക്കൊരു ചൂട് ഉള്ള സ്ഥലത്ത് വെക്കുന്ന അതേ ഫീലായിരിക്കും. നല്ല ഈസി ആയിട്ട് ഇത് പൊങ്ങുകയും ചെയ്യും. അപ്പോൾ ദേ നമ്മൾ 20 മിനിറ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തു. അതിന് ശേഷം നമ്മൾ തുറന്നതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് റൈസിൻസ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ വെച്ചാൽ മതി, നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ അതുപോലെ നമ്മൾ കഴിക്കുമ്പോൾ അത് കടിക്കാനും ഒരു രസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ റൈസിൻസ് ഒക്കെ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ആവി വന്നതിന് ശേഷമുള്ള ടൈമാണ് കേട്ടോ പറഞ്ഞത്. ആവി വന്നതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു 40 മിനിറ്റോളം ഇങ്ങനെ വെക്കണം. ശരിക്കും ഒരു 35 മിനിറ്റ് കൊണ്ട് തന്നെ ആവും, എന്നാലും ഞാനൊരു 40 മിനിറ്റ് പറയുവാണ് കേട്ടോ. അപ്പോൾ ഒരു 40 മിനിറ്റ് നമ്മൾ ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കുക. ആദ്യം ഒന്ന് നന്നായിട്ട് ആവി കയറിയതിന് ശേഷം തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ബാക്കി സമയം മുഴുവൻ മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് നല്ലൊരു അടിപൊളി ബ്രെഡാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്കിത് കിട്ടും. അപ്പോൾ നമുക്ക് ഓവണൊന്നും വേണമെന്നില്ല ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു ബ്രെഡൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ബ്രെഡ് കഴിക്കണമെന്ന് തോന്നിയാൽ ഇതുപോലെ അങ്ങ് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് നല്ല ചൂടിൽ തന്നെ ഇതിങ്ങനെ തട്ടാൻ നോക്കരുത്. ഒന്ന് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്ക് സൈഡ് ഭാഗം ഒന്ന് വിട്ടിച്ച് കൊടുത്തിട്ട് കയ്യിലേക്ക് അങ്ങ് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങ് പോകുന്നുള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു ബ്രെഡല്ലേ. നമ്മൾ സാധാരണ ബ്രെഡ് ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. കാരണം സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് നേരം ഇട്ട് കുഴക്കണം, അങ്ങനെ കുറച്ച് പണിയൊക്കെ ഉണ്ട്. ഇതിന് അങ്ങനത്തെ ഒരു പണിയൊന്നുമില്ല, വളരെ ഈസിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രെഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് നമുക്ക് ആവിപാത്രത്തിൽ വേവിച്ചെടുക്കാൻ പറ്റിയ ഈ ഒരു ബ്രെഡ് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും. അങ്ങനെയുള്ള
ഉള്ളവരാണെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ അഭിപ്രായങ്ങൾ കൂടെ അറിയിക്കണം. അപ്പം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.